ഇപ്പോൾ സമയം 1:45 മിക്കവാറും ഇത് ഓൾഡ് ബസ് സ്റ്റാൻഡാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറ്റാലത്തിലുള്ള ബസ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിടത്ത് വന്ന് നിന്നാലും ബസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറ്റാലത്തിൽ മിക്കവാറും ബസ്സുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ അതുകൊണ്ട് എപ്പോഴും ബസ്സുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ബസ് കിട്ടുമോ എന്ന് നോക്കണം. ഇവിടെ ഏതായാലും ബസ്സുകളൊക്കെ ഒതുക്കിയിട്ടൊക്കെയാണ് ഇത്. അതേ ബസ് സ്റ്റാൻഡ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെങ്കോട്ടയിൽ പോകുന്ന ബസ്സൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇതിലൊക്കെ ഇറങ്ങി ഞാൻ വന്ന വഴി തന്നെ തിരിച്ച് കുറ്റാലം റോഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ബസ് കിട്ടിയാൽ ഇപ്പോൾ 1:30-1:45 ആവുന്നുള്ളൂ സമയം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കുറ്റാലം പോയിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ തിരിച്ച് വരാമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. തെങ്കാശിയിലെ നഗര കാഴ്ചകളൊക്കെയാണ്. നഗരജീവിതം, പ്രത്യേകിച്ച് ഒരു ശനിയാഴ്ചത്തെ നഗരജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഇവിടുന്ന് കുറ്റാലത്തിന് പോട്ടെ ഇടത്തോട്ടോ. കൊല്ലം കുറ്റാലം 5 കിലോമീറ്റർ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബസ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് ബസ് കിട്ടാൻ സാധ്യതയുണ്ട്. തിരുനെൽവേലി ബസ്സായിരിക്കും. എനിക്ക് കുറച്ച് നടക്കാൻ നമുക്ക് കുറേ മരങ്ങളുടെ ഒരു ചെറിയ തടാകത്തിൻ്റെ കാഴ്ചകളുണ്ട്. അപ്പാണ് വേറൊരു കാഴ്ച ചിലപ്പോൾ കാണിച്ചു കേട്ടോ. മരത്തിൽ ഈ തൂങ്ങിക്കിടക്കുന്ന മുഴുവൻ നരച്ചീറ് വാവലുകളാണ്. എന്തൂരം നോക്കി, ഈ ഒരു മരം നിറച്ചും വാവലുകളാണ്. നമുക്ക് ഇതുപോലെയുള്ള ഓരോ കാഴ്ചകളുണ്ട്. ഇത് ടൗണിൻ്റെ നടുക്കാണ് ഉള്ള ഒരു മരത്തിൽ 2-3 മരത്തിലായിട്ട് തൂങ്ങിക്കിടക്കുന്ന വാവലുകളാണ്. എത്രയെന്ന് നോക്കി. രാത്രി ഇതെല്ലാം പുറത്തേക്ക് ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ. ഒരു ബസ് വരുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയില്ല, നോക്കാം. ഏതായാലും ഫ്രണ്ടിലേക്ക് മാറി ഇന്ന് നോക്കാം. അടുത്ത ഞാനങ്ങനെ ആ ബസ്സിലേക്ക് കയറി. ആ ബസ്സിൻ്റെ ഉള്ളിലാണിപ്പോൾ. പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ കുറ്റാലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബസ്. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് വീണ്ടും കുറ്റാലത്ത് ചെല്ലുമ്പോഴും ഉള്ളത്. തമിഴ്നാട്ടിലെ മറ്റൊരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റാലത്താണ്. കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇത്ര നേരം നല്ല കാലാവസ്ഥയായിരുന്നു. ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് നല്ല തിരക്കാണ്. ആൾക്കാർ ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതിലേ പോകുന്നുണ്ടെന്ന് ശരിക്കും അറിയില്ല. വലിയൊരു മല കാണാം. ഇതാണ് കുറ്റാലം, പഴയ കുറ്റാലം. അപ്പുറം 6 കിലോമീറ്റർ എന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. കാണുന്നതാണ് കുറ്റാലം വെള്ളച്ചാട്ടം. സ്വല്പം അകലെന്നതിൻ്റെ ദൃശ്യങ്ങൾ വാർത്തയാണ്. വളരെ അതിൻ്റെ ഒരു ഏകദേശം 200 അടിക്ക് മുകളിൽ പൊക്കത്തിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. അവിടെ കുളി വളരെ ആരോഗ്യദായകമാണെന്ന് പലരും കേട്ടിട്ടുണ്ട്. ഏതായാലും ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കുറച്ച് പേര് നടക്കാനുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മാങ്ങ, അതുപോലെ തന്നെ
പൈനാപ്പിളൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ്മോസ്ഫിയർ അത്ര അങ്ങോട്ട് സുഖമല്ല. കുറ്റാലത്തെ കുടി കഴിഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എൻ്റെ താഴെയാണ് കുറ്റാലം കുടി. പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്, കടകളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെയാണ് ടൂറിസത്തിൻ്റെ ഒരു സാധ്യതകൾ എന്ന് പറയുന്നത്. ചെറിയ സാധ്യതകളല്ല, വളരെയേറെ കുടുംബങ്ങൾ, വളരെയേറെ മനുഷ്യ ജീവിതങ്ങളാണ് ഇതിന് തകർത്ത് വരുന്നത്. ഇവിടെ ഇവരുടെ ഒരു അമ്പലം നേരത്തെ ഞാൻ പറഞ്ഞ തിരുക്കുറ്റാലനാഥർ കോവിലിനോട്ട്, സ്വാമി കോവിലിനോട്ടാണ് എഴുതിയേക്കുന്നത്. എന്നാൽ ഈ ഒരു സൈഡിൽ പോയാൽ നമുക്ക് കാഴ്ചകൾ കൃത്യമായിട്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ ലഭിക്കുക ഇതിലൂടെ പോകുമ്പോഴാണ്. ഇതിലൂടെ ആൾക്കാർ പോകണം. ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിൽ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആണ് കുറ്റാലം. വാനരന്മാരൊക്കെ ഉണ്ട് ഇവിടെ. വനത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അതാണ്ട് നമ്മുടെ വാളറയും അതേപോലെ ഉള്ളൊരു വെള്ളച്ചാട്ടം. രീതിയിൽ തുമ്പികളുണ്ട്. അതിന്ന് വൈകിട്ട് മഴ ലേശായിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പരിധി വരെ അർത്ഥം. ഒരുപാട് ആൾക്കാരവിടെ കുളിക്കുന്നുണ്ട്. ഒന്ന് വരുകയാണ് കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിൽ. നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടവും വാളറ വെള്ളച്ചാട്ടമൊക്കെ പോലെ ഉണ്ട് പറഞ്ഞു. നല്ല മഴയുണ്ടെങ്കിൽ കുറേ കൂടെ നല്ല വെള്ളച്ചാട്ട ഫോഴ്സ് ഉണ്ടാവും, വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ കുറേ കൂടെ രസകരമായിരിക്കും. അതായാലും അടിപൊളി കാഴ്ചയാണ്. വളരെ ആരോഗ്യദായകമാണ് കുളിയെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടെ വെള്ളമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ വെള്ളം കൂടെ ഇറങ്ങിയിട്ട് അവിടെ ഒരു പാലം പോലെ പണിതിട്ട് അവിടെ നിന്നിട്ടാണ്. നല്ലൊരു പോലീസുകാരുമുണ്ട് അവിടെ. രാത്രിയും കുളിക്കുന്നവർക്ക് വെളിച്ചം കിട്ടുന്നതിനായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ പരമാവധി സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ സജ്ജീകരിക്കുന്നത്. കുറ്റാലം വെള്ളച്ചാട്ടം. ഇതൊക്കെയാണ് കുറ്റാലത്തിൻ്റെ കാഴ്ചകൾ. ചുറ്റും മലകളാണ്. ഒരു സൈഡ് റോഡും ചെറിയ തോതിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. അപ്പോൾ ഗുഡ് ബൈ കുറ്റാലം.